ഇവിടെ ആരും ഇല്ലെന്നാ തോന്നുന്നേ. കുടിച്ച് ഫിറ്റായി അകത്ത് കിടക്കുന്നുണ്ടാവും. ഒന്ന് പോടി. ചേച്ചിക്കെന്താ വല്ലാത്തൊരു സെന്റിമെന്റ്സ്? ആവശ്യമില്ലാത്തൊന്നും പറയണ്ട കേട്ടോ. ഒന്ന് വിളിച്ചു ചോദിച്ചു നോക്കിയാലോ? ആരും ഇല്ല ഇവിടെ, ആരും ഇല്ല. ഇതെന്താ ഇപ്പൊ ഇവിടെ? വെറുതെ ഉടക്കാനാണെങ്കിൽ വേണ്ട കേട്ടോ. ആളിപ്പോ ഡീസന്റ് ആയിക്കൊണ്ടിരിക്കുക. മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാ സൗരഭ്യം എന്നാണല്ലോ. ഇവിടുത്തെ തമ്പുരാനൊന്ന് മുഖം കാണിക്കണല്ലോ. അത് വേണോ? വെറുതെ എന്തിനാ ഒരു കശപിശ? കള്ളുകൂടി നിർത്തി വരുന്നു. ജിൻജിലപ്പി സുൾ സുൾ സുനാപ്പി കംപ്ലീറ്റ് ക്ലോസ് ചെയ്തു. അയ്യോ, ഇങ്ങോട്ടുള്ള പെണ്ണുങ്ങളുടെ ഒഴുക്ക് കുറഞ്ഞ താൻ വീണ്ടും ചെണ്ട എടുക്കേണ്ടി വരുമല്ലോ. ഗോപികെ, മനുഷ്യനെ വെറുതെ വല്ലണ്ടാക്കരുത്. ഈ കരയിലുള്ള കംപ്ലീറ്റ് പടക്കങ്ങളായിട്ട് പുള്ളിക്കാരന് നേരിട്ട് ബെസ്റ്റ് കണക്ഷൻസാ. എവിടെ തമ്പുരാൻ? കാണണോ? ആ കുളക്കടവിലുണ്ട്. വാ. നിങ്ങളോട് നിൽക്ക്, ഞാൻ സാങ്ഷൻ മേടിക്കാം. തമ്പുരാനെ, രണ്ടുപേർ മുഖം പഠിക്കുവാൻ വന്നിരിക്കുന്നു. മുഖം കാണിക്കുവാനായി വന്ന് നിൽക്കുന്നു. എന്താ കാര്യം എന്ന് ചോദിച്ചില്ലേ? എന്നാ ചോദിച്ചു കൊടുക്കടാ. എന്താ കാര്യം? കാര്യം പറയാനുള്ളത് തന്നോടല്ല. എന്താണാവോ വരവിന്റെ ഉദ്ദേശം? കളിയാക്കണ്ട. നൃത്തോത്സവത്തിന് എനിക്കാ ഫസ്റ്റ്. പ്രൈസായി കിട്ടിയതാ ഈ സർട്ടിഫിക്കറ്റും മെമന്റോയും ഒക്കെ. ഇത് മുഴുവൻ സ്വർണ്ണാണോ? പത്രത്തിലെ ഫോട്ടോയും വാർത്തയും കണ്ടിരുന്നു. എന്നാലും ഞങ്ങളുടെ ചേച്ചിക്ക് ഒരു കൺഗ്രാജുലേഷൻ പറഞ്ഞൂടെ? ആ, കൺഗ്രാജുലേഷൻ. എന്റെ വക 2 ഈ പറഞ്ഞത്. ചടങ്ങ് കഴിഞ്ഞല്ലോ, മടങ്ങ്. എനിക്ക് അല്പം തിരക്കുണ്ട്. എന്ത് തിരക്ക്? എടാ, തിരക്കുണ്ട്. അതെ, ഞങ്ങളൊരു കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. ഈ അറബിക്കടലിലെ വെള്ളം മുഴുവനും ഒറ്റ ലിറ്റർ കൊണ്ട് അളന്നു കൊടുത്തേക്കാവുന്നത്. വന്നത് തെറ്റായി പോയെങ്കിൽ ക്ഷമിക്കണം. ചിലങ്കയും വസ്ത്രങ്ങളുവാ ഇത് തിരിച്ചേരാൻ കൂടിയാ വന്നത്. അതൊന്നും വേണ്ട, മനസ്സോടെ തന്നതാ. ദയവായി തിരിച്ചു തരരുത്. ഒന്ന് ചിരിച്ചോണ്ട് സംസാരിച്ചാലെന്താ? പലപ്പോഴും ചിരിക്കാൻ മറന്നുപോകും. അതാ മോളെ ഭരതൻ. എന്നാ ഞങ്ങൾ വരട്ടെ. ഈ സന്ധി സംഭാഷണങ്ങൾ ഉടമ്പടികളൊക്കെ ഭംഗിയായി അവസാനിച്ചതുകൊണ്ട് എന്തെങ്കിലും വെള്ളം കുടിച്ചിട്ട് പോയാ പോരെ? ഇല്ലെങ്കിൽ വിസ്തരിച്ചൊരു ബിരിയാണി ചോറൊക്കെ കഴിച്ചിട്ട്. ഒന്നും വേണ്ട ഹൈദരലി, അച്ഛൻ വഴിയിലേക്ക് കണ്ണും നട്ടിരിപ്പുണ്ടാവും. വരട്ടെ. പോകുന്നത് ബെസ്റ്റ് കക്ഷിയെ കാണാനല്ലേ? കക്ഷിട്ടാ പോലെ വളഞ്ഞില്ലേന്നൊരു ശങ്ക. ഭാഗ്യവാൻ. പെണ്ണായി കാണുന്നതെല്ലാം പെണ്ണല്ലടാ, അവളാണ് പെണ്ണ്. മോളോ, ചേച്ചി ഇരുന്ന് കളിക്കാണോ? വിഷയേട്ടനില്ലേ? ഉണ്ട്, ഞാൻ ഇപ്പൊ വിളിക്കാം. ഇരിക്കേ, നമുക്ക് കളിക്കാം. പൗഡർ ഇല്ലാണ്ട്. അങ്കിൾ, മലയാളത്തിൽ എത്ര അക്ഷരം ഉണ്ട് അങ്കിൾ? ടോട്ടലായിട്ട് അതറിയാഞ്ഞിട്ടല്ലേ അങ്കിൾ ഈ പത്രം നടത്തുന്നത്. ആ ശശിയോ, പതിവ് തെറ്റിച്ചില്ല അല്ലേടാ? അങ്ങനെ അങ്ങ് പതിവ് തെറ്റിക്കാൻ പറ്റുമോ മുതലാളി? ഇന്ന് ബോൾഡായി ഒരു 3 കോളം. ക്യാപ്ഷൻ കേൾക്കണ്ടേ? രതി ക്രീഡ. മുളകി വന്നേ, അകത്ത് പോ. ചെല്ല്. വലിയ ബഹുമാനൊന്നും വേണ്ട, ഇരിക്കേ. തെക്കുംകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ. ഭരതനെയും ആ നമ്പൂരി പെണ്ണിനെയും ചേർത്തൊരു കാഴ്ച. എങ്ങനെയുണ്ട് മുതലാളി? വായിച്ചു നോക്ക്. കൊച്ചു മുതലാളി വായിക്കും. സംഗതി കൊള്ളാം, പക്ഷെ അവനെടുത്തിട്ട് ചളുക്കരുത്, പറഞ്ഞേക്കാം. എന്നെയോ? ഈ ശശിയെ തൊട്ടാ ഭരതനെ ഒറ്റയടിക്ക് ഞാൻ മലർത്തും. താനല്ലേ? എന്നാ ഞാൻ ഇറങ്ങുവാ. പിന്നെ പോണ വഴിക്ക് വാണിയംകുളം ബാറ് കയറി ഒരു 3 എണ്ണം കഴിക്കും. ഏറിയാൽ 6. പിന്നെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച ഒരു ഫുള്ള്. കാശ് കൊടുക്കില്ല, ഉടുപ്പും മുണ്ടും ഊരി വെപ്പിക്കില്ലെന്ന് മുതലാളി ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ഉപകാരസ്മരണയായി കണക്കാക്കിയാ മതി. വിളിച്ചു പറഞ്ഞേക്കാം. ഒന്ന് വായിച്ചേ. തെക്കൻകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ. ഇറങ്ങടാ. ഞാൻ ഇറങ്ങണോ? വേണ്ടേ? ഈ ശശിയെ പോലുള്ള ചീട് കേസിനെ പിടിക്കാൻ തമ്പുരാൻ ഇറങ്ങണ്ട, ഞാൻ പൊക്കിയെടുത്തുള്ളതാ. ഓക്കെ. ഈ പത്രക്കാരൻ ശശി ഇവിടെ വന്നിരുന്നു. പത്രക്കാരൻ ശശി അവിടെ ഇരിക്കുന്നു. ഈ ഹിന്ദുസ്ഥാൻ ശശിധരൻ പിള്ള തെറ്റിയാ, ഭൂലോക ചെറ്റിയാ.
മഞ്ഞപ്പത്രം നീ ആരാ നോക്കി പേടിപ്പിക്കുന്നോടാ ഈ ത്രിപിൾ തങ്ക് ശശിയെ എന്താ എന്റെ കണ്ണട നീ നശിപ്പിച്ചു അല്ലേ പുതിയ കണ്ണട വാങ്ങി മേശപ്പുറത്ത് വെച്ചിട്ട് അരി വറുത്താ മതി ബാക്കി കൂടി നീ അരി വറുത്തു കമ്മീഷണറെ വിളിക്കുന്നില്ല ഇപ്പൊ വിളിയടാ കമ്മീഷണറെ ആരെയും വിളിക്കുന്നില്ല നിനക്കറിയില്ലടാ ഈ ശശി ആരാണെന്ന് കൈ ചൂണ്ടാതടാ അയ്യോ ഭരതം പറഞ്ഞുകൊണ്ടോക്കെ മുണ്ടെടുക്കടാ അതും ഭരതം പറഞ്ഞുകൊണ്ടോക്കെ നീയാണോടാ ഈ പോക്കരത്തിനെ ചെയ്തത് ആണോടാ അറിയാതെ പറ്റിയ അബദ്ധ കൊല്ലരുത് ഭരത നാളെ നിന്റെ ഹിന്ദുസ്ഥാൻ പത്രത്തിൽ തിരുത്തി എഴുതണം എഴുതിക്കോളാവേ 100 വട്ടം എഴുതിക്കോളാം അല്ലെങ്കിൽ എന്ത് പറ്റും അല്ലെങ്കിൽ ചവിട്ടി എന്റെ സുനാമണി പൊട്ടിക്കും ഇനി ഞാൻ പോയിക്കോട്ടെ പോവാൻ വരട്ടെ ഹൈറാലി അതിങ്ങടാ നീ ഏത് പാർട്ടിക്കാരനായിരുന്നടാ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നേ നീടന്റെ മകന്റെ കാശ് കണ്ടപ്പം ഞാൻ പാർട്ടി മറന്നുപോയി ക്ഷമിക്കണോ അതിങ്ങോട്ട് കൊടുക്ക് ഇടിക്കടാ വിളിക്കടാ സിന്ദാബാദ് സിന്ദാബാദ് ശരിയല്ല ശശിയുടെ പാർട്ടി സിന്ദാബാദ് സഖാവ് വയലാർ മാധവൻ സിന്ദാബാദ് പോരാ പോരാ മുഷ്ടി ചുരുട്ടി വിളിയടാ അങ്ങനെ നിർത്താതെ വിളിച്ചോണ്ട് നടക്കടാ വിളിക്കടാ ഇത് കൊള്ളാവില്ല ശശിയരാ എന്താ പോടോ എടാ ഒരു സഹാവിനെ കേറിയാണോടോ എടാ പോടോ എന്ന് വിളിക്കുന്നത് റാസ്കൽ ഇഡിയൻ തെണ്ടി എടോ വാണിപക്കാരാ ഇയാളോട് കുറച്ച് നാളായി ഞാൻ 2 വർത്തമാനം പറയണമെന്ന് വിചാരിച്ചിട്ട് താൻ എന്ന് മുതലാടോ വലിയ കൊണാണ്ടറായത് കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഷെഡിയും ബ്രേസിയറും വിറ്റ് നടന്നിരുന്ന താൻ ആ തങ്ങളെ സോപ്പടിച്ച് പാർട്ടി കയറിപ്പറ്റി MLA ആയി മന്ത്രി വരെയായി ഇപ്പൊ തങ്ങളും ആചാരും നയിക്കുന്ന ആ നല്ലൊരു പാർട്ടിയെ കുത്തുവാള എടുപ്പിക്കാൻ വേഷം കെട്ടി ഇറങ്ങിയിരിക്കുകയാണല്ലോ പാർട്ടിക്കാര് തന്നെ കല്ലെറിഞ്ഞു കൊല്ലാത്തതേ വീട്ടിലുള്ളവരുടെ ഭാഗ്യം ശശിയരാ അത് ശരി തെക്കുംകൂർ കൊട്ടാരത്തിൽ ഭരതഗോപികമാരുടെ രതിക്രീഡകൾ ഏതായാലും ഈ പത്രത്തിൽ ശശിധരൻപിള്ള എഴുതിയിരിക്കുന്ന മുഴുവൻ ഞാൻ അങ്ങോട്ട് വിശ്വസിക്കുന്നില്ല ഇതിലെന്തെങ്കിലും സത്യം ഉണ്ടോ എന്ന് അറിഞ്ഞാൽ മതി ആ ഗോപികയോടുള്ള ഒടക്കും ബഹളവും ഒക്കെ കേട്ടപ്പോഴേ എനിക്ക് സ്മെല്ലടിച്ചതാ പ്രേമത്തിന്റെ തുടക്കം ഇങ്ങനൊക്കെ തന്നെയാ അത് തനിക്ക് എങ്ങനെ അറിയാം അതിപ്പോ സത്യം പറയണം നിനക്ക് ആ പെണ്ണിനെ ഇഷ്ടമാണോ എനിക്ക് ആ പിശാചിനെ കണ്ണി കാണുന്നത് തന്നെ കലിയ ഉള്ളതങ്ങ് പറഞ്ഞാല് കാര്യം എളുപ്പത്തിൽ സാധിച്ചു തരാം അയ്യേ എന്ത് കാര്യം ഇതെന്താ വല്ല കാറ്റും മനസ്സിലായടാ നമുക്ക് ആ തിരുമേനെ കണ്ടൊന്ന് ആലോചിക്കാം അല്ലേ മാധവേട്ടാ ആലോചിക്കാം എന്താണോ
നമ്മുടെ മകനായി ഭരതൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് ഞാൻ കണ്ടു. സ്വപ്നം. സ്വപ്നമല്ല, യാഥാർത്ഥ്യം. അടിയന്തരാവസ്ഥ കാലത്ത് ഞങ്ങൾ 5 സഖാക്കൾ തെക്കങ്കൂർ പാലത്തിൽ ഒളിവിലായിരുന്നു. ആരാ? കോഴിക്കോടുന്നാ. മാധവ സഖാവില്ലേ അകത്ത്? ഒരു കത്തുണ്ട്. കോഴിക്കോട് നിന്നും വന്ന സഖാവാ. പോലീസിന് ഈ സ്ഥലം സംശയമുണ്ടത്രേ. ഉടനെ ഞാൻ കോഴിക്കോട്ടേക്ക് പോണം. പോകുവാണ്, ഒരു യാത്ര പോലും പറയാതെ. പോണം. 3 മാസമായി എന്റെ ഉള്ളിലൊരു കുഞ്ഞ് വളരുന്നുണ്ട്. ഞാൻ എന്ത് ചെയ്യണം? ഞാൻ തിരിച്ചു വരും. ജീവൻ ബാക്കിയുണ്ടെങ്കിൽ കാത്തിരിക്കുക. എന്തെങ്കിലും സംഭവിച്ചാ കുഞ്ഞാമ്പൂ ഉണ്ടാവും. കുഞ്ഞാമ്പൂ? ഭർത്താവായിട്ടല്ല, സംരക്ഷകനായിട്ട്. ഒളിവിൽ നിന്ന് പുറത്തു വന്ന് ഞാൻ ലക്ഷ്മിയെ കാണാനായി എത്തി. അപ്പോഴേക്കും അവൾ വിവാഹിതയായി കഴിഞ്ഞിരുന്നു. ഭർത്താവ് കുഞ്ഞാമ്പൂവും. ഈശ്വര. അതുമാത്രമല്ല, ഭരതന്റെ പിതൃത്വം കുഞ്ഞാമ്പു സ്വയം ഏറ്റെടുത്തു. സത്യം ഭരതനോട് തുറന്നു പറയുന്നതല്ലേ നല്ലത്? കൊല്ലും ഞാൻ, കുത്തി മലത്തും. തന്തയ്ക്ക് പിറക്കാത്തവൻ, ജാരസന്തതി. കേട്ട് ഭരതന്റെ ചെവിട് തകർന്നു. മാധവനെ വിടില്ല ഞാൻ. നീ എന്നെ കളിപ്പിക്കാൻ വേണ്ടി പറയലടാ. മാധവേട്ടനെ നിനക്ക് കൊല്ലാൻ പോയിട്ട് വാക്കുകൊണ്ടൊന്ന് വേദനിപ്പിക്കാൻ പോലും കഴിയില്ല എന്ന് എനിക്കറിയാൻ മേലേ. ഭരതൻ പ്രവർത്തിക്കുന്ന വാക്കേ പറയൂ. മാധവനെ ഞാൻ കൊല്ലും. കൊല്ലുവടാ, കൊല്ലും. നിനക്ക് എങ്ങനെ ഇത്ര മനസാക്ഷിയില്ലാതെ തുടങ്ങാൻ കഴിയടാ? ഒരു കാര്യം ചെയ്യേ, മാധവേട്ടനെ കൊല്ലും മുമ്പ് നീ എന്നെ കൊല്ലും. കൊല്ലടാ. എന്റെ തന്തയ്ക്ക് വേണ്ടിയത്, വയലാർ മാധവന് വേണ്ടി. ഞാൻ കാത്തിരിക്കായിരുന്നു. ഇയാൾക്ക് 2 അതിഥികളുണ്ട്. തിരുമേനി. ഗോപിക അറിയാലോ, ഇവളെ നിന്നെ ഏൽപ്പിക്കാൻ വന്ന തിരുമേനി. എനിക്ക് ചുറ്റി ശത്രുക്കളാ, അതുകൊണ്ട് ഇവന്റെ സംരക്ഷണം ഉണ്ടേ. തിരുമേനി ഭയപ്പെടണ്ട. 2 പേരുടെയും വിവാഹം അങ്ങ് ഉറപ്പിച്ചു കഴിഞ്ഞ് എല്ലാ ചുമതലകളിൽ നിന്നും ഭരതനെ ഒഴിവാക്കി സ്വതന്ത്രനാക്കി തരാം. പോരെ? പിന്നെ ഈ ആപ്പീസി വെച്ച് ഒരു ചെറു ചടങ്ങ്, കല്യാണ നിശ്ചയം. അതിനിവർ 500 ഓരോ മാല ഇടുന്നു, അത്രമാത്രം. കല്യാണം നമുക്ക് ഗംഭീരമായിട്ട് നടത്താം.
എന്താന്ന് വെച്ചാ മാധവന്റെ തീരുമാനം പോലെ. ആ, ഈ മാല ഗോപികയുടെ കഴുത്തിലേക്കിട്ടെ. ധൈര്യമായിട്ടിടറോ. ഒരാളും കൂടി വേണ്ടതായിരുന്നു, പാർവതി. രണ്ടാളും മാധവന്റെ പാദം തൊട്ട് വന്നിക്കുക. ഭരതാ, നീയും ആ കാൽ തൊട്ട് വന്നിക്കുക. അവനിതങ്ങോട്ട് സത്യമാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമസ്കാരം. നമസ്കാരം. ഒന്നും കൂടി മുറുക്കി ചോട്ടുള്ളൂ, അല്ലെങ്കിൽ വേണ്ട. ഇയാൾ എന്നെ തങ്ങിട്ട് എന്താടോ ഒരു ഗുണം. ഞാൻ എന്നും അങ്ങയുടെ വിധേയനായിരിക്കും. അങ്ങയുടെ ഔദാര്യമാണല്ലോ ഈ യൂണിഫോം. നടന്നട്ടെ. കൂടെ നിന്നവർ നന്ദികേട് കാട്ടിയവരാണ് കൂടുതൽ. കാല് കഴുകി തന്നവർ കാലുവാരിയ അവസ്ഥ. ഒന്ന് ബലത്തിൽ പിടിക്കണം. നമസ്കാരം. അയ്യോ, എന്റെ ദൈവമേ. നമസ്കാരം. പിന്നെ പണ്ട് ക്ലിഫ് ഹൗസിന്റെ പിന്നാമ്പുറത്ത് തലയുറഞ്ഞിരുന്ന നിങ്ങൾക്ക് ഇപ്പോ ആ നശനാനി പുണ്യാളന്റെ ഗ്രൂപ്പിനോടാണ് പ്രിയമെന്ന് എനിക്കറിയാം. അതെന്താ ലീഡർ ഒരുമാതിരി ഉടക്ക് വർത്താനം പറയുന്നത്? ലീഡറുടെ പിന്നിൽ നിന്നും മുന്നിൽ നിന്നും കുത്തിയിട്ടുള്ളത് ലീഡറുടെ ആൾക്കാർ തന്നെയാ. ഞങ്ങൾ അന്ന് ലീഡറുടെ കൂടെ ആയിരുന്നു. കോഴിക്കോട്ട് വാഴുന്ന ഓപനപുത്രനെ കൈവെള്ളയിൽ സൂക്ഷിക്കുന്നത് ഞങ്ങളാ. അതെ അതെ. അല്ലേലും ലീഡർക്ക് ഇപ്പോ കണ്ടകശനിയാ. 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ടിട്ടും ശതാഭിഷേകം കഴിഞ്ഞിട്ടും ഗുരുവായൂരപ്പൻ വരെ തടഞ്ഞില്ലേ? എടോ അമ്മാജി, ഗുരുവായൂരപ്പനുമായി പഴയ അടുപ്പത്തിലാണ്. ഞങ്ങൾ തമ്മിൽ തെറ്റിയെന്ന് പറഞ്ഞു നടക്കുന്നത് പാവം പ്രതിപക്ഷങ്ങളാ. അല്ലാതെ നമ്മൾ തമ്മിൽ പ്രശ്നമുണ്ടാക്കാൻ പറഞ്ഞതല്ല. ഈയിടെ പ്രശ്നം ഉണ്ടാക്കുന്നത് ലീഡറുടെ വാക്ക് നാക്കും തന്നെയാ. അരമനയിലെ മെത്രാന്മാരോട് വിശ്വാസികളുടെ വോട്ടിന്റെ ശതമാനത്തിന്റെ കണക്ക് ചോദിച്ചതിന്റെ ബുദ്ധിമുട്ടും പ്രയാസവും ഇപ്പോഴും തീർന്നിട്ടില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരുടെ വിധാതാവെന്ന് എഴുതിയ അതേ പത്രക്കാർ തന്നെ ഇപ്പോ എഴുതുന്നത് ആ പൊളിറ്റിക്കൽ ത്രിമൂർത്തിയെ രാഷ്ട്രീയ വനവാസത്തിന് അയക്കണമെന്നാ. അല്ല, ഞാനൊന്നും പറയുന്നില്ല. താനൊന്നും പറയണ്ട. ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണെന്ന് ഞാൻ നിശ്ചയിക്കും. എനിക്കും ആ കസേരയിൽ ഒരു 13 ദിവസമെങ്കിലും ഇരിക്കണം. അതെന്റെ ഒരു വാശിയാണ്. എന്റെ പൊന്നു ലീഡറെ, അത് നിങ്ങളുടെ രാഷ്ട്രീയം. എനിക്ക് പറയാനുള്ളത് ബിസിനസ്സാ. പിന്നെ ഞാനും ഇദ്ദേഹവും കൂടി പൊന്നുരുത്തിൽ വാറ്റിയ കള്ളച്ചാരായമാണ് കോഴിക്കോട്ടെ ചില ബാറിൽ നിറം കലക്കി വിറ്റത്. വിഷുവിന് നഷ്ടം 1ഉം 2ഉം അല്ല, കോടികളാ കോടികള്. മാധവന്റെ നെകളിപ്പൊന്ന് അവസാനിപ്പിക്കണം. അതിനുള്ള റിസ്ക് എങ്കിലും ലീഡർ ഒന്ന് ഏറ്റെടുക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ വല്ല കടുങ്കയും ചെയ്യും. എടോ വിശ്വൻ, എനിക്ക് റിസ്ക് എടുക്കാനൊന്നും പറ്റില്ല. എനിക്ക് ഡൽഹി വരെ ഒന്ന് പോണം. ഇയാളുടെ തൊഴിൽ അപകടം ചെയ്യും. ആ മന്ത്രി പി കെ കൃഷ്ണമായി താൻ തെറ്റിയതിന്റെ ഫലമായിട്ടാ പോലീസ് സ്റ്റേഷന്റെ മുറ്റത്ത് 100 ചില്ലാൻ ബാരിൽ സ്പിരിറ്റ് പ്രദർശിപ്പിച്ചത്. അവിടുന്ന് ചാരായ ഊറ്റി വിറ്റതിന്റെ ഗുണം കിട്ടിയത് പോലീസുകാർക്കും. എന്റെ പൊന്നേ, ഈ പോലീസുകാർക്ക് കാശെന്ന് ഒറ്റ ചിന്തയുള്ളൂ. എന്നാ പോയി വല്ല ബാങ്ക് കൊള്ളടിക്കാൻ പോകാൻ പറ്റും. കാര്യമായി സംസാരത്തിൽ നടക്കാ തന്റെ ഒരു തമാശ. ആ മാധവനെ അതിനുള്ള വഴി എന്താന്ന് ആലോചിക്ക്. അങ്ങ് ഡൽഹിയിൽ പ്രതിഷ്ഠിക്കാൻ നരസിംഹത്തെ കൊണ്ടുവരികയും പിന്നെ അദ്ദേഹത്തെ പുറത്താക്കാൻ ബീഹാർ സിംഹത്തെ കൊണ്ടുവരികയും ചെയ്തല്ലോ. അങ്ങ് തന്നെ ഇതിനൊരു പോംവഴി ഉണ്ടാക്കി പറഞ്ഞു തരണം. നാളെയല്ലോ മലയോര കർഷകർ കേന്ദ്ര ഓഫീസുകൾക്ക് മുമ്പിൽ വെച്ച് റബ്ബർ വില്ലേജിനെതിരെ പ്രതിഷേധിക്കുന്നത്? അതെ സർ. പ്ലാനിങ് എന്താന്ന് വെച്ചാൽ തുറന്നു പറ. അത് പരമരഹസ്യം. എല്ലാ കാര്യങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം വിശ്വനും മമ്മാലിക്കുട്ടിയും ഏറ്റെടുക്കണം. സമാധാനപരമായിട്ട് പോവുകയാണ് കാര്യങ്ങളെങ്കിൽ ഞാൻ പൂർണ്ണ പിന്തുണ നൽകും. താഴെ പൂജകളുടെ സമയമായി. ഞാൻ വരട്ടെ. തീരെ സമയമില്ല. ജയ് ഹിന്ദ്, ജയ് ഗുരുവായൂരപ്പ.